റിപ്പോർട്ടേഴ്സ് ഡയറിയുടെ പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം. കുന്നിൻപുറത്തെ മാലിന്യ പ്ലാന്റ് ഉണ്ടാക്കുന്ന ശല്യങ്ങളെക്കുറിച്ചാണ് റിപ്പോർട്ടേഴ്സ് ഡയറിയിൽ ആദ്യം. മലപ്പുറം കോട്ടക്കലിനടുത്ത് ഇന്ത്യനൂരിലെ മൈലാടിക്കുന്ന്. കുന്നിൻപുറത്തെ മാലിന്യ കേന്ദ്രത്തിൽ നിന്നുള്ള മലിനജലം ഉറവയായി ഒലിച്ചിറങ്ങി താഴെയുള്ള ജലസ്രോതസ്സുകൾ മലിനമായി. തലയ്ക്ക് മുകളിൽ മാലിന്യ കേന്ദ്രം പേറേണ്ടി വരുന്ന മൈലാടിക്കുന്നുകാരെക്കുറിച്ച് സെയ്ഫുദ്ദീന്റെ റിപ്പോർട്ട്. സമരം മുന്നോട്ട്, ചരിത്രം കേട്ടിട്ടില്ല, ഗുണ്ടകൾക്കാണ് താക്കീത്, അന്ത്യം വരെയും പോരാടോ. മലപ്പുറം കോട്ടക്കലിനടുത്ത ഇന്ത്യന്നൂരിലെ മൈലാടി എന്ന കുന്നൻ പ്രദേശം ഒരു കാലത്ത് പ്രകൃതി മനോഹരമായിരുന്നു. മയിലുകൾ പീലി വിടർത്തിയാടിയിരുന്ന സുന്ദര പ്രദേശത്തെ നാട്ടുകാർ മൈലാടിക്കുന്നെന്ന് വിളിച്ചു. ജില്ലയിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ പ്രദേശങ്ങളിലൊന്നായ മൈലാടി ഒരു വലിയ പ്രദേശത്തിന്റെ കുടിവെള്ള സ്രോതസ് കൂടിയാണ്. ഈ കോളനി ഉൾപ്പെടെ മൈലാടിക്കുന്നിന്റെ താഴെയായി താമസിക്കുന്നത് 250ഓളം കുടുംബങ്ങളാണ്. പ്ലാന്റിലെ മലിനജലം മുകളിൽ കെട്ടിക്കിടക്കാൻ തുടങ്ങിയതിനു ശേഷം താഴെയുള്ള കിണറുകൾ മലിനമായി. കിണർ വെള്ളം നിറം മാറാൻ തുടങ്ങി. 2003 മൈലാടിക്കുന്നിന് മുകളിലെ ഏക്കറോളം വരുന്ന പ്രദേശം കോട്ടക്കൽ നഗരസഭ ഏറ്റെടുക്കുന്നത്. കുന്നിൻ മുകളിലേക്ക് വൈദ്യുതിയും വെള്ളവും എത്തുമെന്ന് വാക്ക് നൽകി സമീപവാസികളിൽ നിന്ന് നഗരസഭ സമ്മതപത്രം ഒപ്പിട്ടു വാങ്ങി. 2004 പദ്ധതിക്ക് തറക്കല്ലിട്ടു. കോട്ടക്കൽ നഗരസഭയിലെയും പരിസരങ്ങളിലെയും മുഴുവൻ മാലിന്യവും സംഭരിച്ച് മൈലാടിയിലെത്തിക്കും. തുടർന്ന് ശാസ്ത്രീയമായ രീതിയിൽ ഇവ വളമാക്കി മാറ്റും. ബാക്കി വരുന്ന മാലിന്യങ്ങൾ ബയോഗ്യാസാക്കി മാറ്റി നാട്ടുകാർക്ക് നൽകും. ഇതൊക്കെയായിരുന്നു ലക്ഷ്യങ്ങൾ. ദൂഷ്യഫലങ്ങൾ ഓർക്കാതെ നാട്ടുകാർ വികസനം മാത്രം സ്വപ്നം കണ്ടു. പ്ലാന്റ് പ്രവർത്തനം തുടങ്ങി 2 വർഷത്തോളം ഈ യന്ത്രങ്ങളെല്ലാം നല്ല രീതിയിൽ പ്രവർത്തിച്ചിരുന്നു. പക്ഷെ പിന്നീട് പലതും കേടായവ നന്നാക്കാൻ നഗരസഭ ശ്രമിച്ചതുമില്ല. അങ്ങനെയാണ് പ്ലാന്റിന്റെ പ്രവർത്തനം താളം തെറ്റാൻ തുടങ്ങിയത്. പിന്നീട് മാലിന്യങ്ങൾ എത്തുന്നത് മാത്രമേ നാട്ടുകാർ കാണാറുള്ളൂ. നിർമ്മാർജ്ജനമോ മറ്റു പ്രവർത്തനങ്ങളോ കണ്ടില്ല. ഇവിടെ തുടങ്ങിയത് മുതൽ ശാസ്ത്രീയമായി അത് സംസ്കരിക്കാനുള്ള ഒരു പരിപാടിയും നടന്നില്ല. ഇവിടെ സംസ്കരണം നടക്കുന്നത് തൊട്ടടുത്തുള്ള കോറികളിലും മറ്റ് കുഴികളിലും കൊണ്ടുപോയി മൂടുന്ന ഒരു സംസ്കരണമാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. നിർമ്മാർജ്ജനം നിന്നതോടെ മാലിന്യങ്ങളെല്ലാം പ്ലാന്റിനകത്ത് ചിതറിക്കിടക്കാനിടയായി. കാക്കകളും നായ്ക്കളും മാലിന്യങ്ങൾ പറമ്പുകളിലും കിണറുകളിലും കൊണ്ടിടാൻ തുടങ്ങി. പ്രതിഷേധം ഉയർന്നപ്പോൾ മാലിന്യത്തിന് മുകളിൽ മണ്ണിട്ട് തടിയൂരാനാണ് നഗരസഭാ അധികൃതർ ശ്രമിച്ചത്. ഞങ്ങൾക്ക് ഇവിടെ പല കാര്യം കൊണ്ടും എല്ലാ കാര്യം കൊണ്ടും ഞങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ടാണ് നിൽക്കേണ്ടത്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഭക്ഷണത്തിൽ ഈച്ച കൊതുക് ആദ്യമായിട്ട് ഞങ്ങൾ കണ്ടുവരുന്നത് അതാണ് ഉള്ളത്. ഈച്ചാൾ കൊതുകാൾ അതേപോലെ കാക്ക അതേപോലെ നമ്മളെ വീട്ടുകളിലൊക്കെ ഒരു വെള്ളത്തിലൊക്കെ കാക്കച്ചാൾ കൊത്തി കൊടുന്നിടുക, കിണറ്റുകളിലിടുക, പിന്നെ ഇങ്ങനെയൊക്കെ ഉള്ളൊരു ബുദ്ധിമുട്ടുകളാണ് ഞങ്ങൾ ആദ്യമായി കണ്ടുപോകുന്നത്. ആദ്യത്തെ ഒരു വർഷം പഞ്ചായത്ത് തന്നെ നേരിട്ടാണ് പ്ലാന്റിന്റെ പ്രവർത്തനം നടത്തിയിരുന്നതെങ്കിൽ പിന്നീടത് കരാറുകാരെ ഏൽപ്പിച്ചു. ഇതാണ് പ്ലാന്റിന്റെ പ്രവർത്തനം താളം തെറ്റിച്ചതെന്ന് നാട്ടുകാർ പറയുന്നു. പട്ടികജാതി പട്ടികവർഗങ്ങൾ ഉൾപ്പെടെയുള്ള നിർധനരായ കുടുംബങ്ങൾക്ക് വീട് വെക്കാനായി കോട്ടക്കൽ പഞ്ചായത്ത് ഭൂമി പതിച്ചു നൽകിയത് ഈ മൈലാടിക്കുന്നിലായിരുന്നു. ഭൂമി ലഭിച്ച് 1 വർഷത്തിന് ശേഷമാണ് ഇവിടെ മാലിന്യ നിർമ്മാർജ്ജന പ്ലാന്റ് വരുന്നത്. പ്ലാന്റ് വന്നതോടെ ഭൂമി ലഭിച്ചവരിൽ പലരും ഭൂമി ഉപേക്ഷിച്ചു പോയി.
ഇത് കോട്ടക്കൽ ഗ്രാമപഞ്ചായത്തായിരിക്കും. അവിടെ 40 പാവപ്പെട്ട കുടുംബങ്ങൾക്ക് 4 സെൻറ്റ് വീതം വീട് നൽകിയിട്ടുണ്ടായിരുന്നു. അതിലിപ്പോൾ ഒരു 2 വീട്ടുകാരെ ഇവിടെ താമസം തുടങ്ങിയിട്ടുള്ളൂ. മറ്റുള്ള വീട് തറ വെച്ചിട്ടുണ്ട്, കല്ലിറക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു വീടിൻ്റെ തൊട്ടടുത്ത് കൂടെ പണിയൊക്കെ തീർത്തിട്ടുണ്ട്. പക്ഷേ കോട്ടക്കൽ ഇപ്പോൾ മുനിസിപ്പാലിറ്റി അതിന് ശേഷം മുനിസിപ്പാലിറ്റി വീട്ടിന് നമ്പറോ മറ്റുള്ള കറണ്ടോ വെള്ളമോ ഒന്നും അനുവദിച്ച് കൊടുക്കില്ല എന്ന് പറഞ്ഞിട്ട് പാവപ്പെട്ട ഒരുവിധം ജനങ്ങൾ ഇവിടുന്ന് ഒഴിഞ്ഞു പോവുക. പ്രത്യേകിച്ച് ഈ വേസ്റ്റ് പ്ലാന്റ് ഇവിടെ ഉണ്ടായതുകൊണ്ട് ഇതെല്ലാം കൂടെയും ജനങ്ങൾക്ക് വലിയൊരു ശല്യമായിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ അതാണ് ഇവിടെ ഏറ്റവും നല്ലൊരു ജലസംഭരണി. ഇതുവരെ ഇവിടെ വേസ്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ടും ഇവിടെ താമസിക്കാൻ തീരുമാനിച്ചവരാകട്ടെ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളാണ് നേരിടുന്നത്. ഇപ്പോൾ ഇവിടെ ഒരു അയൽവാസികളൊന്നും വരുന്നില്ല, വീട്ടമ്പറൊന്നും കൊടുക്കാത്തതുകൊണ്ട് ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. മാലിന്യ പ്ലാന്റ് ഒരു 300 അടി കഴിഞ്ഞിട്ടാ വീട്ടമ്പർ കൊടുക്കുള്ളൂ എന്ന് അവർ പറഞ്ഞത്. അതുകൊണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായതുകൊണ്ടാണ് അവർ തരാത്തത് വീട്ടമ്പർ. മയിലാടിയിലെ വീടുകളിൽ പലതരം പ്രാണികളുടെ വിളയാട്ടമാണിപ്പോൾ. മാലിന്യ പ്ലാന്റിലെ അവശിഷ്ടങ്ങളിലാണ് ഇത്തരം പ്രാണികൾ പെരുകുന്നതെന്ന് നാട്ടുകാർ പറയുന്നു. രോഗങ്ങൾ പരത്തുന്ന കൊതുകുകളും ഈച്ചകളും പെരുകിയതോടെ പലതരത്തിലുള്ള പകർച്ചവ്യാധികൾ സമീപത്ത് വ്യാപകമായി. ഇവിടെ കുട്ടികൾക്ക് പനി ഉണ്ടായി, മഞ്ഞപ്പിത്തം, പനി, ടൈഫോയിഡ്, രക്തത്തിലെ അണുക്കൾ, ഇതൊക്കെയാണ് കുട്ടികൾക്ക് കാണുന്നത്. പിന്നെ ഒരു സീസണിൽ ഈച്ചകളെ കൊണ്ട് ഞങ്ങൾക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റാത്തൊരു, എന്ത് ഭക്ഷണം എടുത്തു വെച്ചാലും നിറയെ ഈച്ചകളാണ്. എവിടെ നോക്കിയാലും ഭയങ്കര ഈച്ചകളും പിന്നെ ഒരു സൈസ് പ്രാണികളും ഒക്കെ ഉണ്ട്. പിന്നെ ഈ അയൽവാസി കുട്ടികൾക്കൊക്കെ മാരകമായ അസുഖങ്ങളും എല്ലാതും ഉണ്ട്. പ്രശ്നങ്ങൾ രൂക്ഷമായതോടെ നാട്ടുകാർ സംഘടിച്ചു. ജനകീയ സമരസമിതിയും രൂപീകരിച്ചു. രണ്ടാഴ്ച മുമ്പ് മാലിന്യവുമായി വന്ന ലോറി പ്ലാന്റിനു പുറത്ത് നാട്ടുകാർ തടഞ്ഞത് സംഘർഷത്തിനിടയാക്കി. പ്ലാന്റിന്റെ കവാടത്തിനു മുന്നിൽ കല്ലുകൾ കൂട്ടിയിട്ട് വഴിമുടക്കിയ നാട്ടുകാർ ഗേറ്റ് താഴിട്ട് പൂട്ടി. പ്ലാന്റിന് മുന്നിൽ സമരപന്തൽ നിർമ്മിച്ച് ഉപവാസ സമരവും തുടങ്ങി. പ്രതിഷേധം ശക്തമായതോടെ കെട്ടിക്കിടക്കുന്ന മാലിന്യം നീക്കാമെന്നും കൊണ്ടുവരുന്ന മാലിന്യത്തിന്റെ അളവ് കുറയ്ക്കാമെന്നും നഗരസഭ ഉറപ്പു നൽകിയിട്ടുണ്ട്. പക്ഷേ നാട്ടുകാർക്കിതിൽ വിശ്വാസമില്ല. മയിലാടിക്കുന്നിൽ നിന്നും വിളപ്പിൽ ശാലയിലേക്ക് ദൂരം ഏറെയില്ലെന്ന് ഇവിടുത്തെ കാഴ്ചകൾ സൂചന നൽകുന്നുണ്ട്. പരാതികൾക്കിടയില്ലാത്ത വിധം മാലിന്യം ശാസ്ത്രീയമായി നിർമ്മാർജ്ജനം ചെയ്യാമെന്ന് നഗരസഭ ഉറപ്പു നൽകുന്നുണ്ടെങ്കിലും പ്ലാന്റ് എടുത്തൊഴിവാക്കുകയല്ലാതെ മറ്റു പരിഹാരങ്ങളൊന്നുമില്ലെന്ന് നാട്ടുകാർ തറപ്പിച്ചു പറയുന്നു.